ഹായ് ഓൾ, വെൽക്കം ടു സുദീപ് സഡു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു നൗണാണ്. നൗണിനെ പറ്റി പഠിക്കും. നൗണിൻ്റെ സിംഗുലർ നൗണുകൾ എന്താണ്, അത് പ്ലൂറൽ നൗണുകൾ ഏതാണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. നൗണിൻ്റെ രണ്ട് കാറ്റഗറി ഏതാണ്, സിംഗുലറും പ്ലൂറലും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് ഒരു നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നെയിമിങ് വേർഡാണ്, ഒരു നാമം, ഒരു പേര്. നമ്മൾ പേരിട്ട് വിളിക്കുന്ന എന്ത് സാധനവും ആ പേര് എപ്പോഴും ഒരു നൗണാണ്. മലയാളത്തിൽ നാമം എന്ന് പറയും. എൻ്റെ പേര് സുദീപ്, അതൊരു നൗണാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് സുദീപ് സഡു, അതൊരു നൗണാണ്. ഇപ്പം നമുക്കൊരു ബൈക്കിൻ്റെ കമ്പനി ഹാർലി ഡേവിഡ്സൺ, ഒരു ബൈക്കിംഗ് കമ്പനി, അതൊരു നൗണാണ്. അതുപോലെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കുന്ന എന്തും, ഒരു ബൾബ് നൗണാണ്, ചെയർ നൗണാണ്. അപ്പം നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു വസ്തുവാകാം, ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരായിരിക്കാം. അങ്ങനെ നമ്മുടെ ഭൂമി, എർത്ത്, അല്ലെങ്കിൽ ക്ലാസ്, ഇംഗ്ലീഷ്, ഇതൊക്കെ നൗണുകളാണ്. എല്ലാ പേരുകളും നൗണുകളാണ്. സോ നൗണിനെ പറ്റി ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വേണോ? കാരണം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അറിയാവുന്ന കാര്യമാണ്, നാമങ്ങളാണ്, എല്ലാത്തിൻ്റെയും പേരുകളാണ്, ഇതൊക്കെയാണ് നൗൺ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നൗണിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് സിംഗുലറും പ്ലൂറലുമായിട്ട് നൗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിംഗുലർ നൗണുകളും പ്ലൂറൽ നൗണുകളും, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കൗണ്ടുകളുള്ള ഇതേ നാമങ്ങൾ വരുന്നതിനാണ് നമ്മൾ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. എന്താണ് ഒരു സിംഗുലർ നൗൺ, എന്താണ് ഒരു പ്ലൂറൽ നൗൺ? ഇവ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു സത്യങ്ങൾ പറയണമെങ്കിലും ശീലങ്ങൾ പറയണമെങ്കിലും, ഒരാളെ പറ്റി വർണ്ണിക്കണം, ഒരു കാര്യത്തിനെ പറ്റി പറയണം, നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ പറ്റി ഇംഗ്ലീഷിൽ പറയണമെങ്കിലും നമുക്ക് ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ട്. അതിൽ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള നൗണുകളുടെ കൂടെ സിംഗുലർ വെർബ് ചേർക്കണമെന്നും പ്ലൂറൽ ആയിട്ടുള്ള നാമങ്ങളുടെ കൂടെ പ്ലൂറൽ വെർബ് ചേർക്കണം, പ്ലൂറൽ ആയിട്ടുള്ള ക്രിയ ചേർക്കണമെന്നും ഒരു നിയമമുണ്ട്. അപ്പം സിംഗുലർ നാമങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിലല്ലേ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ചേർക്കാൻ പറ്റൂ. സിംഗുലർ വെർബ് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. വെർബിന്റെ സിംഗുലർ പ്ലൂറൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. പക്ഷെ ആദ്യം ഈ സിംഗുലറായ നാമങ്ങൾ അറിഞ്ഞാലേ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ചേർക്കാൻ പറ്റൂ. പ്ലൂറൽ ആയിട്ടുള്ള നാമങ്ങൾ അറിഞ്ഞാലേ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് ചേർക്കാനും പറ്റും. അപ്പം സിംഗുലർ നൗൺ എന്താണ്, പ്ലൂറൽ നൗൺ എന്താണെന്ന് നമുക്ക് അറിയണം. എന്നാലേ നമുക്ക് സത്യങ്ങൾ പറയാൻ, ശീലങ്ങൾ പറയാൻ, നമ്മളൊരു കാര്യത്തിനെ പറ്റി വർണ്ണിക്കാൻ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഹെഡ്ലൈൻ എഴുതാൻ, ഒരു കഥ എഴുതാൻ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു സെന്റൻസ് സ്ട്രക്ചറാണിത്. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലൂടെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വെർബ് 1 എന്ന് പറയും. ആ വെർബ് 1ലെ സിംഗുലറും പ്ലൂറലുമാണ് നമ്മൾ ഗ്രാമറ്റിക്കലി ഇത് നോക്കുവാണെങ്കിൽ പഠിക്കുന്നത്. ഇനി പ്രാക്ടിക്കലി നമ്മൾ സത്യങ്ങൾ പറയാൻ, ശീലങ്ങൾ പറയാൻ, ഞാൻ ഈ പറയുന്ന സന്ദർഭങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറെ സിംഗുലർ നൗണുകളും കുറെ പ്ലൂറൽ നൗണുകളും നോക്കാം. എന്താണ് ഒരു സിംഗുലർ നൗൺ? നാമം എന്ന് പറഞ്ഞാൽ ഒരു പേരാണെന്നറിയാം. ഈ നാമം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ഈ നൗൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ, ഒരു വ്യക്തിയാകാം, ഒരു സാധനമായിരിക്കാം. ഒരു സാധനത്തെ മാത്രമാണെങ്കിൽ, ഒന്നായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനത്തിനെ ആണെങ്കിലും നമ്മൾ വിളിക്കുന്നത് അതൊരു സിംഗുലർ നൗൺ എന്നാണ്. അപ്പം എ നൗൺ ദാറ്റ് വി യൂസ് ടു കോൾ ഓൺലി വൺ തിങ് അറ്റ് എ ടൈം, അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ട് കാണുന്ന ഒരു സാധനത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നൗൺ, അതാണ് സിംഗുലർ നൗൺ. ആദ്യം നമുക്ക് കുറച്ച് പേരുകൾ എടുക്കാം. ഇപ്പം ഒരു പേര് ഞാൻ എടുക്കുവാണ്, കുറച്ച് ആക്ടേഴ്സിന്റെ പേരെടുക്കുവാണെങ്കിൽ മോഹൻലാൽ ഒരു സിംഗുലർ നൗണാണ്, മമ്മൂട്ടി ഒരു സിംഗുലർ നൗണാണ്, ദുൽഖർ ഒരു സിംഗുലർ നൗണാണ്. ഇനി ഒരു നൗണായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പേരുകളല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകളുണ്ടല്ലോ, എല്ലാവരും വിളിക്കാൻ സാധിക്കുന്ന കോമൺ പേരുകൾ. ഇപ്പം ബോയ്, ആൺകുട്ടി, ഏത് ആൺകുട്ടിയെ നമുക്ക് ആൺകുട്ടി എന്ന് വിളിക്കാം, അത് കോമൺ ആയിട്ടുള്ള പേരാണ്. അപ്പം അതൊരു സിംഗുലർ നൗണാണ്. ഗേൾ ഒരു സിംഗുലർ നൗണാണ്, ഗേൾ ഒരു പെൺകുട്ടിയാണ്, സിംഗുലർ നൗണാണ്. അപ്പം അങ്ങനെ ക്യാറ്റ് സിംഗുലർ നൗണാണ്, ഒരു പൂച്ച എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതുകൊണ്ട് എ ക്യാറ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഇതൊക്കെ സിംഗുലർ നൗണുകളാണ്. അപ്പം അതുപോലെ നമ്മളിപ്പോൾ only one thing, അത് മാത്രം നോക്കിയാൽ മതി, ഒന്ന് മാത്രം. നമ്മൾ വിളിക്കുന്ന ഒരു നാമമാകണം, നൗൺ ആകണം. ആ നൗണിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് മാത്രം ആയിരിക്കണം. ഒരാളാകാം, അങ്ങനെ നമ്മൾ വിളിക്കുന്ന ഒരു ചെയർ ആകാം, ചെയർ ഒരു കസേര, ഒരു ചെയർ എന്ന് പറഞ്ഞാൽ ഒരു കസേര എന്നുള്ളൂ. അപ്പോൾ അതൊരു സിംഗുലർ നൗണാണ്. ഓക്കെ, അപ്പം നമുക്ക് സിംഗുലർ നൗണിനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
കുറച്ച് എക്സാമ്പിൾസ് സിംഗുലർ നൗണിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോയ്, ഗേൾ, ചെയർ, ഡെസ്ക്, ഫാൻ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് ഒരു പ്ലൂറൽ നൗൺ? ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി, ഒന്നിൽ കൂടുതൽ ആളുകളെയോ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെയോ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു നൗണിനെ വിളിക്കുന്നതാണ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, 1+. ഒന്നിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും അത് പ്ലൂറൽ ആണ്. ഒന്നൊഴിച്ച് ഒന്ന് പ്ലസ് എന്ന് പറഞ്ഞാൽ അത് 1, 2 തൊട്ട് 3 തൊട്ട് ഒന്നിൽ കൂടുതൽ അളവുണ്ടോ പ്ലൂറലാണ്. വേറെ കൺഫ്യൂഷൻ വേണ്ട. അപ്പം ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള, നമ്മളപ്പോൾ ആളുകളുടെ പേരൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നൗണുകൾ ഇപ്പം പേരുകളൊക്കെ സിംഗുലർ തന്നെയാണ്, ഒരാൾക്കൊരു പേരല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നൗണുകൾ നമുക്ക് അതിലുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നൗണുകളിൽ ഇപ്പം ആൺകുട്ടികൾ, ബോയ് എന്ന് പറയുന്ന സിംഗുലർ നൗണ നമ്മൾ നേരത്തെ പഠിച്ചു. ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടികൾ നിന്നാണ്. ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിൽ കൂടുതൽ എത്ര ആൺകുട്ടികൾ ഉണ്ടെങ്കിലും എനിക്ക് ബോയ്സ് എന്ന് പറയാം. അത് 2 മുതൽ ഇൻഫിനിറ്റി എത്ര വേണമെങ്കിലും ആകാം. അപ്പം ഒന്നിൽ കൂടുതൽ എത്ര ആൺകുട്ടികൾ ഉണ്ടെങ്കിലും ഞാൻ വിളിക്കും ബോയ്സ്. ഇതൊരു പ്ലൂറൽ നൗൺ ആണ്. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുണ്ടെങ്കിൽ എന്ത് പറയും? ഒരു പുരുഷനാണെങ്കിൽ മാൻ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ എന്നാണെങ്കിൽ മെൻ എന്ന് പറയും. അപ്പം മെൻ ഒരു പ്ലൂറൽ നൗൺ ആണ്. അതുപോലെ തന്നെ ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ്, ഒരു പൂച്ച. ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചകൾ ഒന്നിൽ കൂടുതലുണ്ട്, അപ്പോൾ ഒരു പ്ലൂറൽ നൗൺ ആണ്. മാംഗോസ്, മാങ്ങകൾ ഒരു പ്ലൂറൽ നൗൺ ആണ്. അപ്പം ഒന്നിൽ കൂടുതൽ വരുന്ന സാധനങ്ങളെയോ കാര്യങ്ങളെയോ ഒക്കെ നമ്മൾ ആ നൗൺ റിപ്രസെന്റ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ആണെങ്കിൽ നമുക്കതിനെ ഒരു പ്ലൂറൽ നൗൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ പ്ലൂറൽ നൗണിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാറ്റ്സ്, വുമൺ, അതുപോലെ തന്നെ ബോയ്സ്, ഗേൾസ്, അങ്ങനെ ഒരുപാട് ദർസലോട്ട് ഞാൻ കുറേ എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു സിംഗുലർ നൗണും പ്ലൂറൽ നൗണും എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഒരു ക്വാണ്ടിറ്റി റിപ്രസെന്റ് ചെയ്യുന്ന നൗണാണ് സിംഗുലർ നൗൺ. ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റി റിപ്രസെന്റ് ചെയ്യുന്ന ഒരു നൗണാണ് പ്ലൂറൽ നൗൺ, അല്ലേ? മാംഗോ ഒരു സിംഗുലർ നൗൺ, ഒരു മാങ്ങ. മാംഗോസ് ഒന്നിൽ കൂടുതൽ മാങ്ങകൾ, അപ്പോൾ അതൊരു പ്ലൂറൽ നൗൺ ആണ്. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ വേണ്ടി നമുക്ക് നോക്കാം. ഒരു സിംഗുലർ നൗണിൽ നിന്ന് ഒരു പ്ലൂറൽ നൗണിലേക്ക് വരുന്ന ഈ ഒരു മാറ്റം, അതിന് സ്പെല്ലിങ്ങുകളിൽ വരുന്ന വ്യത്യാസം, എന്തൊക്കെ രീതിയിൽ ഈ സ്പെല്ലിങ്ങുകൾ മാറുന്നുണ്ട് സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് മാറുമ്പോൾ. ഇപ്പം നമുക്ക് വെറും എസ് മാത്രം ആഡ് ചെയ്ത് വരുന്നൊരു രീതി ഉണ്ട്. ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പൂച്ച ഒരു സിംഗുലർ നൗൺ ആണ്, അല്ലെങ്കിൽ ബോയ് എന്ന് പറയുന്ന ആൺകുട്ടി ഒരു സിംഗുലർ നൗൺ ആണ്. അതിന്റെ പ്ലൂറൽ നൗൺ ബോയ്സ്, ആൺകുട്ടികൾ. അപ്പൊ എന്താണ് ഒരു മാറ്റം ഈ സ്പെല്ലിംഗ് വന്നേക്കുന്നത്? ബോയ് എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു എസ് മാത്രം ചേർത്തിട്ടാണ് നമുക്ക് ബോയ്സ് എന്നുള്ള ഈ ഒരു പ്ലൂറൽ നൗൺ ഫോം ചെയ്തിരിക്കുന്നത്, അല്ലേ? അതുപോലെ ഇപ്പൊ മാംഗോ, മാംഗോ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ. മാങ്ങകൾ ഒന്നിൽ കൂടുതൽ മാങ്ങയുണ്ടെങ്കിൽ മാംഗോസ് എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു പ്ലൂറൽ നൗൺ ആണ്. അപ്പം ഈ ഒരു സിംഗുലർ ആയ മാംഗോയിൽ നിന്ന് പ്ലൂറൽ ആയിട്ട് മാംഗോസിലേക്ക് മാറുമ്പം എന്ത് ചേഞ്ച് ആണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? നോക്കിക്കേ, മാംഗോ എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു ES ആണ് ആഡ് ചെയ്തേക്കുന്നത്. ക്യാറ്റ് പ്ലൂറൽ ആക്കിയപ്പം ഒരു എസ് മാത്രം ആഡ് ചെയ്തു, ക്യാറ്റ്സ് ആയി. പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ബോയ് പ്ലൂറൽ ആക്കി ബോയ്സ് ആക്കിയപ്പം ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്തു, ബോയ്സ് ആയി. പക്ഷെ ഇവിടെ മാംഗോ പ്ലൂറൽ ആയപ്പം മാംഗോ എന്ന വാക്കിന് കൂടെ ESഉം കൂടെ നമ്മൾ ES ആണ് ആഡ് ചെയ്തത്. 2 സ്പെല്ലിംഗ് ഉണ്ട്, E ഉണ്ട്, എസും ഉണ്ട്. 2 ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്ലൂറൽ ആകുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു സ്പെല്ലിംഗ് റൂൾ. അപ്പം ചില നാമങ്ങളുടെ കൂടെ വെറും എസ് ചേർത്താൽ അത് പ്ലൂറൽ ആകും, ചില നാമങ്ങളുടെ കൂടെ അത് ES ചേർക്കുമ്പോഴാണ് പ്ലൂറൽ ആകുന്നത്. ഇതിന് നിയമങ്ങളുണ്ട്. ഒരു വാക്ക് എൻഡ് ചെയ്യുന്ന ഏത് സ്പെല്ലിങ്ങിലാണ് അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ സ്പെല്ലിംഗ് റൂളുകൾ എന്ന് പറയുന്നത്. നമുക്ക് സ്പെല്ലിംഗ് റൂളുകളിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഒരു സിംഗുലർ നൗണും പ്ലൂറൽ നൗണിലേക്ക് മാറുമ്പോൾ ഉള്ള വരുന്ന വ്യത്യാസങ്ങളെന്ന്. ഇതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അതിൽ ഫസ്റ്റ് കോമൺ റൂൾ അല്ലെങ്കിൽ റൂൾ 1 എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു സിംഗുലർ നൗണിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഒരു എസ് ചേർക്കുക എന്നതാണ്. സാധാരണ ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ താഴെ ഞാൻ കുറച്ച് സാഹചര്യങ്ങൾ ഇപ്പം ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് സ്പെഷ്യൽ കേസുകളാണ്. അങ്ങനെ സ്പെഷ്യൽ കേസുകളൊന്നും ഇല്ലാത്ത നോർമലി ഒരു കോമൺ റൂൾ എന്ന് പറയുന്നത്, ഒരു നൗണിന്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറലായി. ഒരു സിംഗുലർ നൗണിന്റെ കൂടെ എസ് ചേർത്താൽ അത് പ്ലൂറൽ നൗൺ ആയി. എക്സാമ്പിൾ, ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ നൗൺ ആണ്, ഒരു ഫാൻ ആണ്, കറങ്ങുന്ന ഫാൻ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു എസ് ചേർക്കുകയാണെങ്കിൽ ഫാൻസ്, എസ് മാത്രം ചേർക്കുമ്പോൾ അത് ഫാൻസ് എന്നുള്ള പ്ലൂറൽ നൗൺ ആയിട്ട് മാറി. ഫ്ലാറ്റ്, ഫ്ലാറ്റ്സ്, എസ് മാത്രം ചേർത്തതേ ഉള്ളൂ പ്ലൂറൽ ആക്കാൻ വേണ്ടി. ഷർട്ട്, ഷർട്ട്സ്, എസ് മാത്രം ചേർത്തതേ ഉള്ളൂ പ്ലൂറൽ ആക്കാൻ വേണ്ടി. ഹോഴ്സ്, ഹോഴ്സസ്,
എസ് മാത്രം ചേർത്തതേ ഉള്ളൂ. വീണ്ടും പെൻ പെൻസ്, വെറും എസ്സേ ചേർത്തുള്ളൂ. ഫ്രണ്ട് ഫ്രണ്ട്സ്, എസ് മാത്രം ചേർത്തതേ ഉള്ളൂ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ഒന്നിൽ കൂടുതൽ കൂട്ടുകാർ. അപ്പം പ്ലൂറൽ ആക്കാൻ വേണ്ടി എസ് മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് റൂള്, ഇത് നോർമൽ ആയിട്ടുള്ള റൂള്, വെറും എസ് ചേർത്താൽ ഒരു സിംഗുലർ നൗൺ പ്ലൂറൽ ആകും എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷനുകളുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ റൂളിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മുടെ സെക്കൻഡ് റൂളിലെ ആദ്യത്തെ കണ്ടീഷനാണ്, ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് എൻഡ് ചെയ്യുന്ന എസ്സിലാണെങ്കിൽ, എസ് എന്നുള്ള സ്പെല്ലിങ്ങിലാണെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഇ എസ് ചേർക്കണം. എക്സാമ്പിൾ ബസ്, നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്, അതിന്റെ പ്ലൂറൽ വേർഡ് എന്താണ്? ബസ്സുകൾ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബസ്സസ് എന്നാണ്. അപ്പം ബസ് എന്നുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരം എസ് ആയതുകൊണ്ട് അത് പ്ലൂറൽ ആക്കിയപ്പോൾ നമ്മൾ ഇ എസ് ആഡ് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷനാണ്, ഏതെങ്കിലും ഒരു വാക്ക് ഡബിൾ എസ് എന്നുള്ള സ്പെല്ലിങ്ങിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് പ്ലൂറൽ ആക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഇ എസ് തന്നെയാണ് ആഡ് ചെയ്യേണ്ടേ. അപ്പം അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഗ്ലാസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്. ഈ ഗ്ലാസിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? GLASS, 2S അല്ലെ? 2Sലാണ് ഈ സ്പെല്ലിംഗ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അവസാനത്തെ രണ്ടക്ഷരം എസ് തന്നെയാണെങ്കിൽ അത് പ്ലൂറൽ, ഇതിന്റെ ഗ്ലാസുകൾ, ഒന്നിൽ കൂടുതൽ ഗ്ലാസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്ലൂറൽ വാക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഇ എസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലാസ് എന്നുള്ള വാക്കിന്റെ സ്പെല്ലിംഗ് ഗ്ലാസസ് ആയിട്ട് മാറും. ഇ എസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും ഒരു വാക്ക് എൻഡ് ചെയ്യുന്ന SH എന്നുള്ള സ്പെല്ലിങ്ങിലാണ്, എന്നുള്ള സ്പെല്ലിംഗ് SH യിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ബുഷ്, പുൻചെടികൾ. അപ്പം ബുഷ് എന്നുള്ളത് അതിന്റെ ഒരു പ്ലൂറൽ വാക്ക് എന്താണ്? ബുഷസ് എന്നാണ്. അപ്പം SH എൻഡ് ചെയ്യുന്ന ഈ വാക്ക് പ്ലൂറൽ ആക്കിയപ്പം ഇ എസ് തന്നെ ആഡ് ചെയ്തു. ബുഷസിലേക്ക് മാറുമ്പോൾ ഇ എസ് ആണ് അഡീഷൻ വരുന്നത്. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു വാക്ക് CH എന്നുള്ള സ്പെല്ലിങ്ങിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ, ഇച്ച് എന്നുള്ള സൗണ്ടിൽ CH എന്നുള്ള സ്പെല്ലിങ്ങിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ അത് പ്ലൂറൽ ആക്കുമ്പം ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ മാച്ച്, ഒരു ക്രിക്കറ്റ് മാച്ച് ഒക്കെയാന്ന് കൂട്ടിക്കോ, മാച്ച്. അപ്പൊ ഈ മാച്ച് എന്നുള്ള വാക്ക് മാച്ചുകൾ എന്ന് പറയുന്ന മാച്ചസ് ആകുമ്പോഴത്തേക്കും എന്താണ് ആഡ് ചെയ്യുന്നത്? ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. മാച്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇ എസ് ആഡ് ചെയ്തപ്പം. ഇനി ഏതെങ്കിലും ഒരു വാക്കിന്റെ അവസാന സ്പെല്ലിങ് എക്സ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു വാക്കിന്റെ അവസാനത്തെ സ്പെല്ലിംഗ് എക്സ് ആണെങ്കിൽ അത് പ്ലൂറൽ ആക്കുമ്പം ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ടാക്സ്, നമ്മളൊക്കെ ടാക്സ് അടയ്ക്കാറുണ്ട് അല്ലെ? അപ്പൊ ടാക്സ് എന്നുള്ള വാക്ക് സിംഗുലർ ആണ്. ടാക്സുകൾ അതിന്റെ പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഇ എസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ടാക്സ്, ടാക്സസ്, ഇ എസ് ആഡ് ചെയ്തു, ടാക്സസ് ആയി മാറി. അതുപോലെ തന്നെ ഒരു വാക്കിന്റെ അവസാനത്തെ ഒരു കണ്ടീഷനാണ് ഇ എസ് ആഡ് ചെയ്യേണ്ടതിന്റെ. അപ്പം ഏതൊരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം ഇസഡ് എന്നുള്ള സ്പെല്ലിങ്ങിനാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇസഡിലാണ് എൻഡ് ചെയ്യുന്നെങ്കിലും അത് പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേർക്കണം? നമ്മൾ ഇ എസ് ചേർത്താൽ മതി. ഇപ്പൊ ക്വിസ് എന്നൊരു വാക്ക് അത് ഇസഡിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് പ്ലൂറൽ ആക്കാൻ ക്വിസുകൾ എന്ന് പറയുമ്പോൾ ഇ എസ് ആണ് ആഡ് ചെയ്ത് ക്വിസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒരു വാക്ക്, ഒരു നൗൺ എസ്സിലോ SS എന്നുള്ള സ്പെല്ലിങ്ങിലോ SH എന്നുള്ള സ്പെല്ലിങ്ങിലോ CH എന്നുള്ള സ്പെല്ലിങ്ങിലോ X എന്നുള്ള സ്പെല്ലിങ്ങിലോ Z എന്നുള്ള സ്പെല്ലിങ്ങിലോ ഒക്കെ എൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു നൗണിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇ എസ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഡബിൾ എസ് വരുന്ന വേറൊരു വാക്കാണ് ക്ലാസ്, ക്ലാസസ് ആണ് പ്ലൂറൽ. സിംഗിൾ എസ് വരുന്ന ഒരു വാക്കാണ് ഗ്യാസ്, അതിന്റെ പ്ലൂറൽ ഗ്യാസസ് എന്നാണ്. ഇനി ഡിഷ്, അതിന്റെ പ്ലൂറൽ ഡിഷസ് ആണ്. അതുപോലെ തന്നെ ബ്രഷ്, SH എൻഡ് ചെയ്യുന്നത്, ബ്രഷസ് ആണ്, ബ്രഷുകൾ. അതുപോലെ CH എൻഡ് ചെയ്യുന്ന വേറൊരു വാക്ക് എന്താ? ബെഞ്ച്, അതിന്റെ പ്ലൂറൽ എന്താ? ബെഞ്ചസ്. അതുപോലെ തന്നെ എക്സിൽ എൻഡ് ചെയ്യുന്ന വേറൊരു വാക്ക് എന്താണ്? ബോക്സ്, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ബോക്സസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത കണ്ടീഷൻ റൂൾ 3 നോക്കാം. നമുക്ക് ഏതെങ്കിലും, ഇത് ഈ കണ്ടീഷൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം, പക്ഷെ എളുപ്പമാണ്. 2 അക്ഷരങ്ങൾ നമ്മൾ നോക്കണം, അതാണ് പ്രധാന വ്യത്യാസം. ഓക്കെ, അപ്പം അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു കൺസോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വവ്വൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് 26 അക്ഷരങ്ങളുണ്ട്. അതിനകത്ത് A, E, I, O, U എന്നുള്ള ഈ 5 അക്ഷരങ്ങൾ വവ്വലാണ്. ഈ വവ്വൽസ് ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കൺസണൻസ് എന്നാണ്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഈ പറയുന്ന കണ്ടീഷന് ഇത് ബാധകമാണ്. കാരണം ഒരു വാക്കിന്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ 4 അക്ഷരം ഉണ്ടെങ്കിൽ, ഒരു വാക്കിൽ 4 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവസാനത്തെ
രണ്ടാമത് വരുന്ന അക്ഷരം. അവസാനത്തെ അക്ഷരമല്ല, അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരം. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ. ഒരു കൺസണന്റും അവസാനത്തെ ലെറ്റർ വൈയും ആണെങ്കിൽ നമുക്ക് അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ആഡ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു വാക്കിന്റെ ഏറ്റവും അവസാനത്തെ അക്ഷരം വൈ ആണെങ്കിൽ പിന്നെ നമുക്ക് അവസാനത്തെ അക്ഷരം തൊട്ട് മുമ്പിലത്തുള്ള അക്ഷരം നോക്കുക, അത് വവ്വലാണോ കൺസോണന്റ് ആണോ എന്ന്. അപ്പം ആ അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഒരു കൺസോണന്റ് ആണെങ്കിൽ, കൺസോണന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? AEIOU എന്നുള്ള 5 അക്ഷരങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ 5 അക്ഷരങ്ങൾ അല്ലെങ്കിൽ അപ്പോൾ ബാക്കി എല്ലാ അക്ഷരങ്ങളും കൺസോണന്റ് ആണ്, AEIOU മാത്രമാണ് വവ്വലിൽ പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസോണന്റ് ആണെങ്കിൽ നമുക്ക് IES, ഈ അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ചേർക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് താഴെ കുറെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ അക്ഷരം എന്താണ്? ലേഡി. ഒരു വാക്കാണ് ലേഡി, ഒരു വനിത. അപ്പം ലേഡി എന്ന് പറയുന്ന ഒരു സിംഗുലർ നൗൺ ആണ്. ഇതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ 2 കാര്യം ചിന്തിക്കണം. ലേഡിയുടെ അവസാനത്തെ അക്ഷരം എന്താ? വൈ ആണ്. വൈയുടെ തൊട്ട് മുമ്പിലത്തെ അക്ഷരം എന്താ? ഡി ആണ്. ഡി എന്ന് പറയുന്ന ഒരു വവ്വൽ അക്ഷരമാണോ? AEIOU പെടുന്നുണ്ടോ ഡി? ഇല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ചേർക്കാം. കാരണം എന്താണ്? ഈ വാക്കിന്റെ അവസാനത്തെ അക്ഷരം വൈയും അതിന് തൊട്ട് മുമ്പിലത്തെ ഒരു അക്ഷരം ഡി ആണ്. ഡി നമുക്കൊരു കൺസണന്റ് ആണ്, വവ്വലല്ല. അപ്പം IES ചേർക്കാം. അപ്പൊ അത് ലേഡീസ് ആയി. അവസാനത്തെ അക്ഷരം മാറ്റിയിട്ടാണ് IES ചേർക്കുന്നത്. വൈ മാറ്റി IES ചേർത്തു. വേറൊരു അക്ഷരം സിറ്റി, നഗരം. സ്പെല്ലിംഗ് നോക്കൂ, അവസാനത്തെ വൈ ആണ്, അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരം ഏതാ? ടി ആണ്. ടി AEIOU വരുന്നില്ല, വവ്വലല്ല, കൺസോണന്റ് ആണ്. അപ്പം TY ആണ് എൻഡിങ്. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ചേർക്കുക, സിറ്റീസ് ആയി. ഇനി വേറൊരു നോക്കാം, ബേബി. പിള്ളേരൊക്കെ ബേബി. ബേബിയുടെ അവസാനത്തെ അക്ഷരം വൈ ആണ്. വൈയുടെ തൊട്ട് മുമ്പത്തെ അക്ഷരം ബി ആണ്. BAEIOU വരുന്നില്ല, അപ്പൊ കൺസോണന്റ് ആണ്. അപ്പം ഈ കൺസോണന്റും അവസാനം വൈയും ആണെങ്കിൽ അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ചേർക്കും, ബേബീസ് ആയി മാറി. സ്റ്റോറി ഇതുപോലെ തന്നെ സ്റ്റോറീസ് ആയിട്ട് മാറി. ഫ്ലൈ, ഫ്ലൈസ് ആയിട്ട് മാറി. സെക്യൂരിറ്റി, സെക്യൂരിറ്റീസ് ആയിട്ട് മാറി. സാലറി, സാലറീസ് ആയിട്ട് മാറി. ഇവിടെ ഒക്കെ നമ്മൾ വൈ മാറ്റിയിട്ട് IES ആണ് അവസാനം ചേർത്തത് പ്ലൂറൽ ആക്കാൻ വേണ്ടി. കാരണം അവസാനത്തെ അക്ഷരം വൈയുമാണ്, അതിന്റെ തൊട്ട് മുമ്പിലത്തെ അക്ഷരം ഒരു കൺസണന്റ് ആണ്, കൺസണന്റ് ലെറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ AEIOU എന്നുള്ള 5 അക്ഷരങ്ങളല്ലാതെ ഇംഗ്ലീഷിൽ ഏത് അക്ഷരം വന്നാലും ധൈര്യമായിട്ട് അത് കൺസണന്റ് ആണ്. അപ്പം IES ആണ് ചേർക്കണ്ടേ. ഇനി നമുക്ക് അടുത്തതായിട്ട് 4ാമത്തെ റൂൾ നോക്കാം. 3ാമത്തെ റൂളായിട്ട് ഒരുപാട് സാമ്യമുള്ള റൂളാണ് 4ാമത്തെ റൂൾ. സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയ എന്താ? ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം വൈയിൽ എൻഡ് ചെയ്യുകയും അതിന് തൊട്ട് മുമ്പിലുള്ള അക്ഷരം AEIOU അല്ലെങ്കിൽ IES ചേർക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്, കൺസോണന്റ് ആണെങ്കിൽ. ഈ 4ാമത്തെ റൂൾ അതല്ല. ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം, ഒരു നൗണിന്റെ അവസാനത്തെ അക്ഷരം ഒരു വൈയിൽ എൻഡ് ചെയ്തിട്ട് അതിന് തൊട്ട് മുമ്പിലുള്ള അക്ഷരം ഒരു വവ്വലാണെങ്കിൽ, വവ്വൽ എന്ന് പറഞ്ഞാൽ AEIOU, ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ആണോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആണ് തൊട്ട് അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പിലത്തുള്ള സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എങ്കിൽ, അവസാനത്തെ ലെറ്റർ വൈയുമാണെങ്കിൽ നമ്മൾ വെറും എസ് ചേർക്കുക. ഓക്കെ, അപ്പം പ്ലേ എന്നുള്ള വാക്ക് PLAY ആണ് സ്പെല്ലിങ്, കളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവസാനത്തെ അക്ഷരം വൈ ആണ്, അതിന്റെ തൊട്ട് മുമ്പിലത്തെ അക്ഷരം ഏതാണ്? A ആണ്. A എന്നുള്ളത് AEIOU വരുന്ന അക്ഷരമാണോ? അതെ. അപ്പൊ ഒരു വവ്വലാണ്. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ A ആയതും കൊണ്ടും വവ്വൽ ആയതും കൊണ്ടും അവസാനത്തെ അക്ഷരം Y ആയതും കൊണ്ടും നമ്മൾ ഈ പ്ലേയുടെ പ്ലൂറൽ ആക്കാൻ വേണ്ടി വെറും എസ് ചേർത്താൽ മതി. എങ്ങാനും ഈ എയുടെ സ്ഥാനത്ത് ഒരു കൺസണന്റ് വല്ലതും ആണെങ്കിൽ അവസാനത്തെ വൈ മാറ്റിയിട്ട് IES ചേർക്കേണ്ട വന്നേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവസാനത്തെ ലെറ്റർ വൈയും തൊട്ട് മുമ്പിലത്തെ വവ്വലുമാണ്. അപ്പം നമ്മൾ ഇവിടെ വൈ റിമൂവ് ചെയ്യേണ്ട, ചുമ്മാ എസ് ആഡ് ചെയ്താൽ മാത്രം മതി. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ടോയ്, കളിപ്പാട്ടം, കളിപ്പാട്ടങ്ങൾ, ടോയ്സ്. അതുപോലെ തന്നെ പേ, പേയ്സ്. മങ്കി, കുരങ്ങ്, മങ്കീസ്. ഒരു എസ് മാത്രം ആഡ് ചെയ്തതേ ഉള്ളൂ. ജേർണി, യാത്ര, യാത്രകൾ, ജേർണീസ്. ഒരു എസ് ആഡ് ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ബേ, ബേസ്, നമ്മുടെ തീരങ്ങളൊക്കെ. അപ്പൊ അവിടെ എസ് ആഡ് ചെയ്തതേ ഉള്ളൂ പ്ലൂറൽ ആക്കാൻ വേണ്ടി. ഒരു ദിവസം, ഡേ, ദിവസങ്ങൾ, ഡേയ്സ്. അവസാനം എസ് ആഡ് ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഡോങ്കി, ഡോങ്കീസ്. കീ, കീസ്. അപ്പം സ്റ്റോറി, സ്റ്റോറീസ്, നിലകൾ. അപ്പം ഇവിടെ സ്റ്റോറീസ്. അപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് സംഭവിച്ച കാര്യം എന്താ? അവസാനത്തെ ലെറ്റർ വൈയുമാണ്, തൊട്ട് മുമ്പിൽ ഒരു വവ്വലുമാണ്. അപ്പം വെറുതെ എസ് ചേർത്ത് വിട്ടു.
ഇതാണ് നമ്മുടെ 4ാമത്തെ സ്പെല്ലിംഗ് റൂളിന്റെ കണ്ടീഷൻ. ഇനി 5ാമത്തെ കണ്ടീഷൻ എന്നുള്ളത്, നമ്മൾ ഒരു വാക്കിന്റെ അവസാനത്തെ ലെറ്റർ CH വരുവാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ പ്ലൂറൽ ആക്കാൻ ES ചേർക്കണമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അവിടെ CHന്റെ സൗണ്ട് എന്തായിരുന്നു? ഛ എന്നുള്ള സൗണ്ട് ആയിരുന്നു. അപ്പം ബഞ്ച്, ബഞ്ചസ്. അപ്പൊ ഛ, CHന്റെ സൗണ്ട് ഛ ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ CHന്റെ സൗണ്ട് ഛായ്ക്ക് പകരം എന്തായിരിക്കും? ക ആയിരിക്കും, അല്ലെ? ചില സ്ഥലങ്ങളിൽ CHന്റെ സൗണ്ട് നമുക്ക് എന്തായിരിക്കും? ക, കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ജസ്റ്റ് എസ് മാത്രം ചേർത്താൽ മതി എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മൊണാർക്ക്, അവിടെ CHന്റെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്ന ക എന്നാണ്. അപ്പം ഒരു എസ് മാത്രം ചേർത്താൽ മതി. അതുപോലെ മൊണാർക്ക്, മൊണാർക്സ് സിമിലർ ആയിട്ട് തന്നെ ഇതാണ് നമുക്ക് CH വരുന്നതിന്റെ മറ്റൊരു റൂൾ. ഇനി അടുത്തൊരു റൂൾ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വാക്കിന്റെ അവസാനത്തെ സ്പെല്ലിംഗ് എഫിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ, എഫ് എന്നുള്ള സ്പെല്ലിംഗിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ അത് പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മൾ അവസാനത്തെ എഫ് മാറ്റിയിട്ട് VES എന്നുള്ള സ്പെല്ലിംഗ് ആഡ് ചെയ്യും. അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി അവസാനത്തെ എഫ് മാറ്റിയിട്ട് VES ആഡ് ചെയ്യും. എക്സാമ്പിൾ, വൈഫ്, ഭാര്യ, ഭാര്യമാർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എങ്ങനെ പറയുക? വൈഫ്സ്. അവസാനത്തെ അവസാനത്തെ FE മാറ്റിയിട്ട് നമ്മളിവിടെ VES ആണ് ചേർക്കുന്നത്. അപ്പോൾ അവസാനത്തെ ലെറ്റർ F ആണെങ്കിലും FE വന്നാലും നമുക്ക് ഇതുപോലെ മാറ്റിയിട്ട് VES ആണ് ചേർക്കണ്ടേ. തീഫ്, കള്ളൻ, കള്ളന്മാർ. അപ്പം എഫ് മാറ്റിയിട്ട് ES ചേർക്കുക, VES ചേർക്കുക. തീഫ് എന്തായി? തീഫ്സ് ആയിട്ട് മാറി. ലീഫ്, ഒരു ഇല. അപ്പം ആ ഇലയുടെ പ്ലൂറൽ എന്താണ്? ലീവ്സ്, ഇലകൾ. അവസാനത്തെ എഫ് മാറ്റിയിട്ട് VES ചേർത്തു. നമ്മുടെ ജീവിതം അല്ലെ, ജീവൻ, ലൈഫ്, അതിന്റെ പ്ലൂറൽ എന്താണ്? ജീവിതങ്ങൾ, ലൈഫ്സ്. അപ്പം അവിടെ അവസാനത്തെ FE ആണ് അവസാനം വരുന്നത്. അപ്പൊ FE മാറ്റിയിട്ട് VES ചേർത്തു. ഇനി വോൾഫ്, ചെന്നായ, ചെന്നായകൾ, വോൾഫ്സ് എന്ന് പറയാൻ വേണ്ടി അവസാനത്തെ എഫ് മാറ്റിയിട്ട് VES ചേർത്തു. അപ്പൊ ഇതാണ് ഈ ഒരു കണ്ടീഷൻ. ഏതെങ്കിലും ഒരു വാക്കിന്റെ അവസാനത്തെ സ്പെല്ലിംഗ് എഫിലോ FEയിലോ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു ഫ് എന്നുള്ള സൗണ്ട് ആണെങ്കിൽ നമ്മൾ അവസാനത്തെ അക്ഷരം മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം. എഫ് അല്ലെങ്കിൽ FE മാറ്റിയിട്ട് VES ആഡ് ചെയ്യണം പ്ലൂറൽ ആക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പം നമ്മൾ ഈ കണ്ട കണ്ടീഷൻസ് ഒക്കെയാണ് സ്പെല്ലിംഗ് റൂളുകൾ. നമ്മൾ ഇതിനകത്ത് കുറെ റൂളുകൾ നോക്കി. സാധാരണ ഒരു സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് ഒരു നൗൺ മാറ്റാൻ വേണ്ടി വെറുതെ എസ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തൊരു കണ്ടീഷൻ നമ്മൾ നോക്കി, ES ആഡ് ചെയ്യേണ്ട കണ്ടീഷൻ. ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം എസ്സിലോ SSലോ CH എന്നുള്ള സ്പെല്ലിങ് ച സൗണ്ട് തരുന്ന CH എന്നുള്ള, അത് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം CH എന്നുള്ള സൗണ്ട് കാ സൗണ്ട് ആണെങ്കിൽ അതിന്റെ റൂള് വേറെയാണ്. CH എന്നുള്ള ലെറ്റർ ആണ്, അത് ച സൗണ്ടിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും, അതുപോലെ എക്സ് എന്നുള്ള വാക്കിലാണ് എൻഡ് ചെയ്യുന്നെങ്കിൽ, ഇസഡ് എന്നുള്ള ലെറ്ററിലാണ് ഒരു വേർഡ് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്ലൂറലാക്കാൻ വേണ്ടി ES ആഡ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചു. ഇനി ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം എൻഡ് ചെയ്യുന്ന CHലാണ്, ആ CHന്റെ സൗണ്ട് ഖ എന്നാണെങ്കിൽ, എക്സാമ്പിൾ സ്റ്റൊമക്ക്, അവിടെ ഖ സൗണ്ടാണ് CH തരുന്നത്. അങ്ങനെയാണെങ്കിൽ വെറുതെ എസ് ചേർത്താൽ മതി, പ്ലൂറലാക്കാൻ സ്റ്റൊമക്സ് എന്നായിട്ട് മാറും. മൊണാർക്ക്, മൊണാർക്സ് ആയിട്ട് മാറും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ കണ്ടീഷനാണ് IES ചേർക്കേണ്ട കണ്ടീഷൻ. IES ചേർക്കേണ്ട കണ്ടീഷൻ അതെപ്പോഴായിരുന്നു? ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം വൈയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും കൂടെ നോക്കണം. അവസാനത്തെ അക്ഷരം തൊട്ട് മുകളിലത്തെ അക്ഷരം കൂടെ നോക്കണം. അത് ഒരു കൺസണന്റ് ആണെങ്കിൽ ആ വാക്കിനെ പ്ലൂറലാക്കാൻ വേണ്ടി എന്ത് ചേർക്കണം? IES ചേർക്കുക. ഇപ്പം സ്റ്റഡി എന്നുള്ള വാക്ക്, പഠിക്കുക, അതിന്റെ അവസാനത്തെ അക്ഷരം വൈയും ആണ്, അതിന്റെ തൊട്ട് മുമ്പിൽ D ആണ്, വവ്വലല്ല, കൺസണന്റ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്ലൂറലാക്കാൻ അവസാനത്തെ വൈ മാറ്റി കളഞ്ഞിട്ട് IES ചേർക്കണം. സ്റ്റഡി എന്തായി മാറി? അവസാനത്തെ വൈ മാറ്റി IES ചേർത്തു, സ്റ്റഡീസ് ആയിട്ട് മാറി. ഇനി ഇതേപോലെ തന്നെ ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം വൈ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്, പക്ഷെ വൈയുടെ തൊട്ട് മുമ്പിലത്തെ ഉള്ള അക്ഷരം ഒരു വവ്വലാണെങ്കിൽ, വവ്വൽ AEIOU എന്നുള്ള 5 അക്ഷരമാണ് വവ്വൽ, ഈ വവ്വലിൽ ഏതെങ്കിലും ആണെങ്കിൽ പ്ലൂറലാക്കാൻ വെറുതെ എസ് ചേർത്താൽ മാത്രം മതി. ഇപ്പൊ പ്ലേ, കളിക്കുക, അവസാനത്തെ ലെറ്റർ വൈ ആണ്, തൊട്ട് മുമ്പിൽ A ആണ്, A ഒരു വവ്വലാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്ലൂറലാക്കാൻ വേണ്ടി ജസ്റ്റ് എസ് ആഡ് ചെയ്താൽ മാത്രം മതി, പ്ലേസ് ആയിട്ട് മാറി. പിന്നെ നമ്മൾ നോക്കിയ അവസാനത്തെ ഒരു കണ്ടീഷൻ എന്നുള്ളത് ലീഫ് എന്നുള്ളൊരു വാക്ക്. ഇപ്പം ഏതെങ്കിലും ഒരു വാക്കിന്റെ അവസാനത്തെ അക്ഷരം എഫിലോ FEയിലോ ആണ് എൻഡ് ചെയ്യുന്നെങ്കിൽ അത് പ്ലൂറലാക്കാൻ വേണ്ടി നമ്മൾ VES ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിൾ വൈഫ്, ഭാര്യ, FEയിലാണ് ഈ സ്പെല്ലിംഗ് എൻഡ് ചെയ്യുന്നത്, അത് പ്ലൂറലാക്കും, ഭാര്യമാർ എന്നുള്ള പ്ലൂറലാക്കുമ്പോൾ വൈഫ്സ്
VES ആയിട്ട് എഫ് എടുത്തു കളഞ്ഞു, VES ചേർത്തു WI കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ വെറും എഫിലാണെങ്കിൽ ലീഫ്, ഇല, എഫിലാണ് അവസാനത്തെ വാക്ക് എൻഡ് ചെയ്യുന്നത്. അപ്പം അത് പ്ലൂറൽ ആക്കാൻ ലീവ്സ് എന്നാണ്, എഫ് എടുത്ത് കളഞ്ഞിട്ട് VES ചേർത്തു. അപ്പൊ ഇതായിരുന്നു നമ്മൾ നോക്കിയ അവസാനത്തെ റൂൾ. അപ്പം ഈ റൂളുകൾ മാത്രമല്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഒരു 5-6 റൂളുകളും കൂടെ ഉണ്ട്, സ്പെല്ലിംഗ് റൂളുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് തുടക്കത്തിലെ അതെല്ലാം പഠിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും അത്യാവശ്യമുള്ള റൂളുകൾ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പെല്ലിംഗ് റൂളുകളിൽ സിംഗുലറും പ്ലൂറലും ഫോം ചെയ്യുന്ന റൂള്. ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡീസ് ആണ്. ഈ ഒരു സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് മാറുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു സിംഗുലർ നൗണിൽ നിന്ന് പ്ലൂറൽ നൗണിലേക്ക് ആക്കേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഒരു സിംഗുലർ നൗൺ, എന്താണ് ഒരു പ്ലൂറൽ നൗൺ, അത് ഫോം മാറുമ്പോൾ ഒരു സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് മാറുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ, അതിന്റെ സ്പെല്ലിംഗ് റൂളുകളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ബൈ.